അസ്സലാമു അലൈക്കും. നമസ്കാരം. ഒരു പുതിയ വീഡിയോയിലേക്ക് കൂടി സ്വാഗതം. അപ്പം ഇന്ന് നിലമ്പൂർ ഫോറസ്റ്റ് കൂടെ ഇങ്ങനെ പോകട്ടോ, വടപുറം ഭാഗത്തേക്ക്. ഇതാണ് നമ്മളെ കനോലി ഫ്ലോട്ടിൻ്റെ ആ സൈഡാട്ടോ. അവിടെ രണ്ട് സൈഡിൽ കണ്ട ഫോറസ്റ്റാണ്. അപ്പോൾ ഒരു സൈഡിൽ കണ്ട കുറേ കച്ചവടങ്ങളൊക്കെ ഉണ്ട്. കരിമ്പ് ജ്യൂസ്, ടീഷർട്ടുകൾ, ഇങ്ങനെയുള്ള ചായക്കടകൾ, ബിരിയാണി, ഇങ്ങനെയുള്ള കച്ചവടക്കാരൊക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ നല്ല പ്രകൃതി ഭംഗിയുള്ള സ്ഥലമുണ്ട് ഈ നിലമ്പൂർ തേക്കുംകാടുമായി ഉണ്ടാ. റോഡിൻ്റെ രണ്ട് ഭാഗം തേക്കിൻ്റെ കാടുകളാണ്. അപ്പോൾ നമ്മളിങ്ങനെ പോകുന്നത് കുറച്ച് ലോങ് പോകാണ് കേട്ടോ. പോകുന്ന വഴിക്കില്ല കുറച്ച് കാഴ്ചകളൊക്കെ പകർത്തി ഇങ്ങനെ പോവുകയാണ്. അപ്പോൾ നമ്മൾ വണ്ടി കുറച്ചൊന്ന് ചാർജ് ചെയ്യാൻ വേണ്ടി നിർത്തിയതാണ് കേട്ടോ. അപ്പോൾ അവിടുത്തെ ഒരു വീഡിയോ എടുത്തതാണ്. ഇവിടെയാണ് പോസ്റ്റ്മേൽ ചാർജ് ചെയ്യണമുണ്ടല്ലോ. അപ്പോൾ അവിടെ ഒരു അരമണിക്കൂറൊന്നും അവിടെ നിന്ന് ചാർജ് ചെയ്തിട്ട് ഞങ്ങൾ പോയിപ്പോൾ മുക്കത്തെത്തിയിട്ടാണ്. മുക്കം ചാർജിങ് പോയിന്റ് ചാർജ് ചെയ്യാൻ വേണ്ടി നിർത്തിയതാണ്. അപ്പോൾ ഞങ്ങൾ പുറത്തുള്ള കാഴ്ചകളൊക്കെ ഒന്നും ഇങ്ങനെ ഷൂട്ട് ചെയ്തു. അപ്പോൾ ഒരു വണ്ടി തന്നെ ഇരിക്കുകയാണ്. ഞാൻ പുറത്തിറങ്ങിയാണ്ട് ഇങ്ങനെ ഓരോ വീഡിയോ ഒക്കെ കളിക്കുന്നു. അപ്പോൾ ഇവിടെ കണ്ട, ഇവിടെ നമ്മൾ ആദ്യം വരുന്ന ചാർജ് ചെയ്തിരുന്ന സ്ഥലം തന്നെയാണ്. ഇതിൻ്റെ സൈഡിലൊരു പുഴ ഉണ്ട്, വലിയൊരു പുഴയാണ് കേട്ടോ. അവിടെ മുക്കപ്പുഴ, നമ്മൾ സിനിമയിലൊക്കെ പേര് കേട്ട പുഴയാണ് വേണ്ട. അപ്പോൾ ഇവിടെ ഈ കാനറ ബാങ്കിൻ്റെ അടുത്താണ് കേട്ടോ ഈ പുഴ. അതിൻ്റെ സൈഡിലൂടെയാണ് ഈ പോകുന്നത്. അവിടെ ഒന്ന് ഇറങ്ങി നോക്കിയത്. അപ്പോൾ ഇവിടെ വെള്ളമൊക്കെ നല്ല കലങ്ങി വന്നിരിക്കുന്നുണ്ടോ. ബോർഡൊക്കെ വെച്ചിരിക്കണം, മാലിന്യങ്ങൾ നിക്ഷേപിക്കരുത് എന്നൊക്കെ വെച്ചില്ല ബോർഡൊക്കെ വെച്ചിരിക്കണം കേട്ടോ. അവിടെ പിന്നെ ഒരു പപ്പായ തൈയൊക്കെ ഉണ്ട് ഇതിൻ്റെ സൈഡിൽ. അതിന് കായകളൊക്കെ ഉണ്ട് കേട്ടോ, ഉണ്ടല്ലേ. വെള്ളം കലങ്ങി മറിഞ്ഞാണ് വരുന്നത് കേട്ടോ. മഴ, നല്ല മഴ പെയ്യുന്നുണ്ട്. ഇവിടെ ഒന്നും ഇപ്പം മഴയില്ല. അപ്പോൾ അതിൻ്റെ സൈഡിൽ ചാർജിന് സൈഡിൽ ഇങ്ങനെ ഉണ്ടോ ഇരുമ്പും കൊണ്ട് ഒരു അങ്ങോട്ട് പുറത്ത് പോകാതെക്കാൻ വേണ്ടി ഉണ്ടാക്കിയതാണ് കേട്ടോ അത്. അപ്പോൾ അതിന്മേൽ അങ്ങനെ ചാരി നിന്ന് പുഴയിലേക്ക് നോക്കി നിൽക്കാൻ നല്ല രസം കേട്ടോ. അപ്പോൾ അവിടെ കുറച്ച് നേരം ഞങ്ങൾ വർത്തമാനം പറഞ്ഞൊക്കെ നിന്ന്. അപ്പോൾ വണ്ടി ചാർജിൻ്റെ ബാക്കിൽ കണ്ടില്ലേ, വണ്ടി ചാർജ് കഴിഞ്ഞപ്പോൾ ഇവിടുന്ന് അടുത്ത് പോകണം. വണ്ടി ഫുള്ള് ചാർജ് കഴിഞ്ഞിട്ടൊന്നും അല്ലട്ടെ ചാർജ് ആക്കണം. ഞങ്ങളിങ്ങനെ ഒന്ന് റെസ്റ്റ് എടുക്കാനും കൂടി ഉള്ള ഉദ്ദേശം വെച്ചിട്ടാണ് ഈ വണ്ടി ഇടയ്ക്കിടയ്ക്ക് ചാർജ് ചെയ്യാൻ നിർത്തുന്നത് കേട്ടോ. വേണ്ട, അതിൻ്റെ ബാക്കിൽ പുഴ കാണുന്നുണ്ടോ. പുഴയിലേക്കൊന്ന് നോക്കി ഇവിടെ ഇങ്ങനെ നിൽക്കാൻ നല്ല രസമാണ്. അപ്പോൾ അവിടെ കുറച്ച് നേരം വർത്താനൊക്കെ പറഞ്ഞ് നിന്ന്. അപ്പോൾ അവിടുന്ന് ഇനി പോവുകയാണ്. ഇന്നൊക്കെ വണ്ടിയിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങിയിട്ടില്ല. പുറത്ത് ഈ മഴ, ചെറുതായിട്ട് മഴകളൊക്കെ ഉണ്ട്, വലിയ മഴയൊന്നും ഇല്ലെങ്കിലും. അപ്പോൾ ഇനി ഞങ്ങൾക്ക് ഇവിടുന്ന് പേരാമ്പ്ര വരെ പോകാണ്ട് കേട്ടോ. അപ്പോൾ ഞങ്ങൾ ഇനി ഏതായാലും അധികം വൈകുന്നില്ല. ചാർജൊക്കെ ഏകദേശം ആയിട്ടുണ്ട്. ഇവിടെ അങ്ങോട്ടൊക്കെ നല്ല പിന്നെ ഹോൾസെയിൽ കടകളൊക്കെ കണ്ടിട്ട് ഇതിൻ്റെ തൊട്ടടുത്ത്. ഞങ്ങളിവിടുന്ന് ആദ്യം ഹോൾസെയിലിൽ സാധനങ്ങളൊക്കെ വാങ്ങിപ്പോളാണ് ഇവിടെ വരുമ്പോൾ. അവിടുന്ന് ഞങ്ങൾ പോകുന്നു. അപ്പോൾ ഒന്ന് ഭക്ഷണം കഴിക്കാൻ വേണ്ടി ഞങ്ങളേ കുടുംബശ്രീൻ്റെ ഒരു ഹോട്ടലിൽ കയറിയത് കേട്ടോ. അപ്പോൾ ഇവിടെയൊക്കെ വന്നാലേ നല്ല ഭക്ഷണം കഴിക്കാം. നല്ല വെറും ചോറും കറികളൊക്കെ അടിപൊളിയാട്ടോ. ഇതൊക്കെ ടൗണിൻ്റെ അടുത്തൊക്കെ ഉണ്ടാവും ഇങ്ങനെ കുടുംബശ്രീൻ്റെ വകയിലെ ഹോട്ടലുകൾ സർക്കാർ പ്രൊമോട്ട് ചെയ്യുന്നതാണ്. അതായത് ഇവിടെ ഡെയിലി തൊഴിലിന് വരുന്ന ആളുകൾ ടൗണിലൊക്കെ വരുമല്ലോ, അവർക്കൊക്കെ എന്നോ ഹോട്ടൽ ഭക്ഷണം കഴിക്കാൻ പൈസ തികയില്ല. അപ്പോൾ ഇങ്ങനത്തെ ഹോട്ടലുകളൊക്കെ അതൊരു ആശ്വാസമാണ് കേട്ടോ. ഇവിടെയൊക്കെ ചോറിന് 30 രൂപയൊക്കെ ചോറ് കിട്ടും.
അപ്പോൾ നമുക്ക് വയറച്ച് കഴിക്കാം. സ്ഥിരം പണിക്കാർക്കൊക്കെ പണിക്ക് പോകുന്ന ആൾക്കാർക്ക് ഇങ്ങനത്തെ ഹോട്ടൽ ഭയങ്കര സൗകര്യം കേട്ടോ. കാരണം ഡെയിലി വേണ്ടേ നമ്മൾ ഫുഡിന് പൈസ ഉണ്ടാക്കണ്ടേ. അപ്പോൾ ഇങ്ങനത്തെ ഹോട്ടലുണ്ടാകുമ്പോൾ കൂടുതൽ ആളുകൾ അങ്ങനെയാണ് കേട്ടോ. അവിടെ ഇങ്ങനത്തെ സൈറ്റിലൊക്കെ വരുന്നത് ഈ ഉദ്യോഗസ്ഥന്മാർ, കടയിൽ നിൽക്കുന്ന ആൾക്കാർ, പിന്നെ അതേപോലെ ഈ പെയിൻറ്റിങ് പണിക്കാർ, തൊഴിലാളികൾ, ഇങ്ങനെയുള്ള ആളുകളൊക്കെ വരും. കാരണം ഇത് ഡെയിലി കഴിക്കേണ്ടതല്ലേ. അപ്പോൾ അങ്ങനത്തെ ഹോട്ടലുകൾ തിരഞ്ഞു വരും കേട്ടോ. അപ്പോൾ ഞങ്ങളിത് കണ്ടപ്പോൾ ഒന്ന് ഇവിടെ കയറിയതാണ്. നല്ല ഭക്ഷണം കേട്ടോ. ഇവിടെയൊക്കെ പ്രത്യേകം പാത്രങ്ങളൊക്കെ നമ്മൾ തന്നെ എടുത്ത് കാണിച്ചു കൊടുക്കും. ചോറ് വാങ്ങി വന്ന് പിന്നെ ആ വേസ്റ്റൊക്കെ നമ്മൾ എടുത്ത് അവിടെ ബേസുകളൊക്കെ വെച്ചിട്ടുണ്ടാകും. പാത്രങ്ങളൊക്കെ അതിൽ കൊണ്ടുപോയിടണം കേട്ടോ. ഞങ്ങൾ ഫുഡ് കഴിക്കലൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ പുറത്തിറങ്ങി. അപ്പോൾ ഇനി ഇവിടുന്ന് തുടർന്ന് മുന്നോട്ട് തന്നെ പോവാം. വീഡിയോ ഇഷ്ടപ്പെട്ട എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ